മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. അനാദികാലം മുമ്പ് മുതൽക്ക് വേദം എഴുതിയ കാലം മുതൽക്ക് ഈ പ്രകൃതി ചൈതന്യത്തെയാണ് ഭക്തിയോടുകൂടി സമർപ്പണ ഭാവത്തോടുകൂടി ഭാരതീയര് ഈശ്വരനായിട്ട് കണ്ടിരുന്നത്. ഭൂമിയെ ഭാരതീയർ ഈശ്വരനായിട്ടാണ് കണ്ടിരുന്നത്. ഭാരതീയര് മാത്രമല്ല, ആഫ്രിക്കയിലെ ജനതയും റെഡ് ഇന്ത്യൻസ് അമേരിക്കയിലെ ജനതയും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലെ ആദിവാസികളും ലോക ജനത പ്രകൃതിയെ ഈശ്വരനായിട്ട് കണ്ടിരുന്നു, ഭൂമിയെ ഈശ്വരനായിട്ട് കണ്ടിരുന്നു, ഈശ്വരീയ ചൈതന്യമുള്ള ദേവതയായിട്ട് കണ്ടിരുന്നു. എന്താ അതിന് കാരണം? ഞാൻ ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി. വായു ഇല്ലെങ്കിൽ ജീവനില്ല, നമ്മളില്ല. അതേപോലെ ഭൂമി ഇല്ലെങ്കിൽ നമ്മളില്ല. പൃഥ്വി ത്വയാ ധൃതാ ലോകാ ദേവി ത്വാം വിഷ്ണുനാധൃത ത്വം ച ധാരയ മാം ദേവി പവിത്രം കുരു ശാസനം. നല്ലൊരു മന്ത്രാണ്. പൃഥ്വി, ഹേ ഭൂമി, ത്വയാ ധൃതാ ലോക, ഈ ലോകത്തിലുള്ള സർവചരാചരങ്ങളെയും നീ ധരിക്കുന്നു, നീ വഹിക്കുന്നു, നീ കാത്തു സൂക്ഷിക്കുന്നു, സംരക്ഷിക്കുന്നു. പൃഥ്വി ത്വയാ ധൃതാ ലോക ദേവി, ഹേ ദേവി, ത്വാം വിഷ്ണുനാധൃത, ഈ പ്രപഞ്ച പുരുഷൻ, അതാണ് വിഷ്ണു എന്ന് പറയുന്നത്. ഈ പ്രപഞ്ച പുരുഷനായ മഹാവിഷ്ണു നിന്നെ താങ്ങി നിർത്തുന്നു. പൃഥ്വി ത്വയാ ധൃതാ ലോകാ ദേവി ത്വാം വിഷ്ണുനാധൃത ത്വം ച ധാരയ മാം ദേവി, നീ ഞങ്ങളെയും സംരക്ഷിച്ചാലും വഹിച്ചാലും ഞങ്ങളെയും കാത്തു സൂക്ഷിച്ചാലും ത്വം ച ധാരയ മാം ദേവി പവിത്രം കുരു ശാസനം, ഞങ്ങളുടെ ഈ ജീവിതത്തെ പവിത്രമാക്കി മാറ്റിയാലും, ഞങ്ങളുടെ ജീവിതത്തെ പവിത്രമാക്കി മാറ്റിയാലും. അപസർപ്പന്തു യേ ഭൂതാ ഭുവി സംസ്ഥിത, ഈ ഭൂമിയിൽ അല്ലെങ്കിൽ വായുവിൽ അല്ലെങ്കിൽ ചുറ്റുപാടിൽ നിന്ന് തിന്മകൾ ചെയ്യുന്ന ഏതെങ്കിലും പ്രക്രിയകൾ ഉണ്ടാവുകയാണെങ്കിൽ, അത് ജന്തുജാലങ്ങളിൽ നിന്നോ സസ്യജാലങ്ങളിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഏതെങ്കിലും തിന്മകൾ ഈ ഭൂമിയുടെ അസ്തിത്വത്തിന് പ്രകൃതിക്ക് വിരുദ്ധമായിട്ടുണ്ടാവുകയാണെങ്കിൽ അപസർപ്പന്തു യേ ഭൂതാ ഭുവി സംസ്ഥിത യേ ഭൂതാ വിഘ്നകർത്താര തേ നശ്യന്തു ശിവാജ്ഞയാ. യേ ഭൂതാ വിഘ്നകർത്താര, ഈ ഭൂമിയുടെ സുഗമമായ പ്രവർത്തനത്തിന്, ജീവജാലങ്ങളുടെ സുഗമമായ നിലനിൽപ്പിന് ഇത് വിഘ്നമുണ്ടാക്കുന്ന തിന്മകളാണ് എവിടെ നിന്നെങ്കിലും വരുന്നതെങ്കിൽ അത് നീ തന്നെത്താനെ നശിപ്പിച്ചാലും അതിനെ ഇല്ലാതെയാക്കിയിട്ട് പ്രകൃതിയെ സംരക്ഷിച്ച് ജീവജാലങ്ങൾക്ക് ധന്യമായിട്ടുള്ള ഒരു ജീവിതം കൊടുത്താലും. അപസർപ്പന്തു ഏ ഭൂത വിഘ്നകർത്താര തേ നശ്യന്തു ശിവാജ്ഞയാ ഭൂതപ്രേത പിശാചായേ ഏ ച അന്യേ ഭുവി ഭാരക തേഷാമപ്യ അവിരോധേന ജപകർമ്മ സമാരഭ്യ. ഈ ഭൂമിയുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള നന്മകളെ സംരക്ഷിച്ചാലും ഏ ഭൂത വിഘ്നകർത്താര തേന ശന്തു ശിവാച ഭൂതപ്രേത പിശാചായേ ഏ ചാന്യേ ഭുവി ഭാരകാഹ, ഈ ഭൂമിയുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ചില ഭൂതപ്രേത പിശാചം. ഈ ഭൂതം പ്രേതം പിശാചം എന്ന് പറഞ്ഞതിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായത് ഭൂതം. പ്രകർഷേണ യദ്ഗതം തത്പ്രേതം പിശുനം യഘാതതി സ പിശാച. ഇവിടുത്തെ പിശാച് ഏതാണ്? ഏത് ജന്തു മരിച്ചാലും ചത്താലും അത് പെട്ടെന്ന് ഡീക്കേ ചെയ്ത് മണ്ണിനോട് അലിഞ്ഞു ചേരുന്നു. ഇപ്പൊ ഡിസ്ട്രക്ഷൻ ഫോർ ദി കൺസ്ട്രക്ഷനാണ്.
ഇത് പിശാച് എന്ന വാക്കില് പിശുനം യാ ഗാദതി സ പിശാച, ഡെഡ് ബോഡി തിന്ന് മണ്ണിലേക്ക് അലിയിപ്പിക്കുന്ന പ്രേത, ഇത്രയും കാലം ധന്യമായിട്ട് ജീവിച്ച് മാനവരാശിക്കും മറ്റുള്ളതിനും വേണ്ടി ജീവിച്ച് ജന്തുജാലങ്ങള് ചത്തുപോകും, മരിച്ചുപോകും. പ്രകർഷേണ യത് ഗതം തത് പ്രേതം. ഒരു നായയാണെങ്കിൽ പോലും ജീവിതം മുഴുവനും മനുഷ്യനോ മറ്റുള്ളവയ്ക്കോ വേണ്ടിയിട്ട് ജീവിച്ച് അത് ചത്തുപോകുന്നു. അങ്ങനെയുള്ള ഭൂതം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായത് മറ്റുള്ളവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം പൂർണ്ണമായിട്ടും ഉപയോഗിച്ച് യാത്ര പറഞ്ഞു പോകുന്നത്, ചത്തതും മരിച്ചതുമായതിനെ ഭൂമിയിലേക്ക് അലിയിപ്പിച്ച് ചേരുന്ന പിശാചുക്കള്. ആ വാക്ക് കേൾക്കുമ്പോൾ ഭയപ്പെട്ടു കഴിഞ്ഞാൽ അർത്ഥം മാറിപ്പോകും. ഇവയെല്ലാം ഭൂമിയുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. തേഷാമപ്യ അവിരോധേന, വിരോധേന അല്ല അവിരോധേന, അതിനൊരിക്കലും തിന്മ വരരുത്. അതില്ലെങ്കിൽ ഈ ഭൂമിയിൽ സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. അങ്ങനെ ഹേ ഭൂമി, നീ ഞങ്ങളെ രക്ഷിച്ചാലും. പൃഥ്വീ ത്വയാ ധൃതാ ലോകാ ദേവീ ത്വാം വിഷ്ണുനാധൃതാ ത്വം ച ധാരയ മാം ദേവീ പവിത്രം കുരു ശാസനം. അപസർപ്പന്തു യേ ഭൂതാ ഭുവി സംസ്ഥിതാ യേ ഭൂതാ വിഘ്നകർത്താരാ തേന ശംധു ശിവാജ്ഞയാ ഭൂതപ്രേത പിശാചായേ യേ ച അന്യേ ഭുവി ഭാരകാ തേഷാമപ്യ അവിരോധേന ജപകർമ്മ സമാരഭേദം. ഈ ഭൂമിയെക്കുറിച്ചൊരു പ്രാർത്ഥന പറഞ്ഞിട്ടാണ് ഗായത്രി മന്ത്ര ജപം ആരംഭിക്കുന്നത്. ജപകർമ്മ ജപം ആരംഭിക്കുക. ഇപ്പോ വിഷ്ണു സഹസ്രനാമ ആലാപന സമാരഭേദ്. വിഷ്ണു സഹസ്രനാമം ആരംഭിക്കുന്നത് പിതൃകർമ്മ സമാരഭേദ്. പിതൃകർമ്മം ചെയ്യുന്നതും ഭൂമിയെ വണങ്ങിയതിനു ശേഷം. വിവാഹകർമ്മ സമാരഭേദ്. വിവാഹകർമ്മം ചെയ്യുമ്പോഴും ഈ മന്ത്രം ചൊല്ലിയിട്ടാണ് അത് ചൊല്ലാറുള്ളത്. ഏത് കർമ്മം ചെയ്യുകയാണെങ്കിലും, ഒരു ഗണപതി ഹോമം ചെയ്യുകയാണെങ്കിലും ഗണഹോമ സമാരഭേദ, ഭൂമിയെ വണങ്ങിയതിനു ശേഷമാണ് അത് ചെയ്യാറുള്ളത്. എന്താ കാരണം? നമ്മുടെ നിലനിൽപ്പിന്റെ ആധാരം ഭൂമിയാണ്. ഞാൻ കാനഡയില് യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയിലെ വിസിറ്റിംഗ് സയന്റിസ്റ്റ് ആയിരുന്ന കാലത്ത് അവിടെയുള്ള മുനിസിപ്പൽ ബസ്സിലെല്ലാം രണ്ട് സൈഡിലും എഴുതിയിട്ടുണ്ട് പ്രൊട്ടക്ട് മദർ എർത്ത്. ഈ ക്രിസ്ത്യൻ ചിന്താധാര പ്രകാരം ഈ ലോകത്തിലെ സർവ്വതിനെയും ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് തിന്നാനും ഉപയോഗിക്കാനുമാണ്. പക്ഷേ ഈ ഭൂമിയിൽ നിലനിന്നിരുന്ന പൈതൃക സംസ്കാരപ്രകാരം, അത് ആഫ്രിക്കയിലാണെങ്കിലും സൗത്ത് അമേരിക്കയിലാണെങ്കിലും നോർത്ത് അമേരിക്കയിലാണെങ്കിലും കാനഡയിലാണെങ്കിലും ആർട്ടിക്കിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും, ഈ ഭൂമിയെ നിലനിർത്തുന്നത് മനുഷ്യന് ചൂഷണം ചെയ്യാനല്ല, മനുഷ്യന് ദോഹനം ചെയ്യാനാണ്. പശുവിനെ കറന്ന് പാലെടുക്കുന്ന മാതിരി പ്രകൃതിയിൽ നിന്ന് ആവശ്യത്തിന് എടുത്ത് സന്തോഷത്തോടുകൂടി നിലനിൽക്കാം. അയം മാതാ പൃഥ്വീപുത്രോഹം പൃഥിവ്യ. ഈ മനുഷ്യന് വേണ്ടി മാത്രമാണ് ഇതിനൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്തൊരു അബദ്ധാണല്ലേ. ഈ 12 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളും ജീവജാലങ്ങൾക്കും മനുഷ്യന്റെ കുടുംബാംഗങ്ങളെ പോലെ വിശ്വം ഭവതി ഏകനീഢം. ഈ ലോകം ഒരു പക്ഷിക്കൂടുമായിരിക്കണം, വലിയ പക്ഷിക്കൂടുമായി. വലിപ്പത്തിലും നിറത്തിലും രൂപത്തിലും ഭാവത്തിലും വ്യത്യാസമുള്ള അനവധി പക്ഷികൾ ഒരു കൂട്ടിലുണ്ടെന്ന് വിചാരിക്കാനാണ് വേദം പറയുന്നത്. അവ സഹകരിച്ചും സഹവർത്തിച്ചും നിലനിൽക്കുന്നത് പോലെ മനുഷ്യനില്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിലനിൽക്കാൻ സാധിക്കും. മനുഷ്യനില്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിലനിൽക്കാൻ സാധിക്കും. എത്രയോ വൻകാടുകളിൽ മനുഷ്യൻ എത്തിയിട്ട് പോലും ഇല്ല. അവിടെ ചെടികളും ജന്തുക്കളും പുഴുക്കളും പാമ്പുകളും എല്ലാം സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നു. ഈ നാഷണൽ ജിയോഗ്രഫി ചാനൽ, ഡിസ്കവറി ചാനലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആഫ്രിക്കയിലെ കാടുകളിൽ പലതിലും, മരുഭൂമികളിൽ പലതിലും, ചതുപ്പ് നിലങ്ങളിൽ പലതിലും മനുഷ്യന് എത്തിയിട്ടേ ഇല്ല. സുഖമായിട്ട് അവിടെയുള്ള ജന്തുജാലങ്ങളൊക്കെ ജീവിക്കുന്നു. ഈ ജീവജാലങ്ങളും സസ്യലതാദികളും ഇല്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. നമ്മളില്ലെങ്കിൽ അവയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ജീവിക്കാൻ പറ്റും.
അവയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാനേ സാധിക്കില്ല. ആ ഒരു കാരണത്താൽ ആ എഡ്മണ്ടൺ യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയിലെ ആ ബസ്സിൽ എഴുതിയിരിക്കുന്ന വരികൾ അവിടുത്തെ പഴയ ഇന്ത്യക്കാരുടെയാണ്, റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെടുന്ന അവരുടെ വരികളാണ്. അത് തന്നെയാണ് നമ്മളുടെയും വരികൾ. നമ്മുടെയും വരികൾ ശരിക്ക് അയം മാതാ പൃഥിവി, ഈ ഭൂമി എൻ്റെ അമ്മയാണ്, പുത്രോഹം പൃഥിവ്യ, ഞാൻ ഭൂമിയുടെ മകനാണ്. അപ്പൊ ഭൂമിയെ അമ്മയായിട്ട് കാണുന്ന ഒരു സങ്കല്പം, പ്രൊട്ടക്ട് മദർ എർത്ത്, അത് നശിപ്പിച്ചത് ഈ സെമറ്റിക് മതങ്ങളാണ്. അത് പൂർണ്ണമായിട്ട് നശിപ്പിച്ച് ഈ ഏതിനെയും ഞങ്ങൾക്ക് തിന്നാനും കൊല്ലാനും കർത്താവ് അല്ലെങ്കിൽ യഹോവ അല്ലാഹു പെർമിഷൻ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവയെ എല്ലാത്തിനെയും തിന്നുന്നത്. ഞങ്ങൾക്കതിന് പെർമിഷൻ ഉണ്ടെന്നാ പറയാ. എന്തിനെ വേണമെങ്കിൽ മനുഷ്യന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് മനുഷ്യരെ എഴുതിയ ആ പുസ്തകത്തിൽ പറഞ്ഞതുകൊണ്ട് ഈ മനുഷ്യര് അത് ദൈവത്തിന്റെ വരികളാണെന്ന് പറഞ്ഞ് മൊത്തത്തിൽ അങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം. ഹാലിഫാക്സ് എന്നൊരു സ്ഥലമുണ്ട് കാനഡയിൽ. അവിടെ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് നോവാ സ്കോഷ്യ, അവിടെ ഞാൻ കുറച്ചു കാലം വർക്ക് ചെയ്തിരുന്നു. ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് നോവാ സ്കോഷ്യ അവര് ഏതാണ്ട് 5 ലക്ഷം ഹെക്ടാർ വനം ഒറ്റ വർഷം കൊണ്ട് മുറിച്ചു. അത് മുഴുവനും എന്തിനാ മുറിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവിടെ വികസനത്തിന് വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. വികസനം ഒട്ടും ഉണ്ടായില്ല, അത്ര ആൾക്കാരവിടെ ഇല്ല, അതുകൊണ്ടാണ് വികസനം ഉണ്ടാവാത്തത്. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ജനസംഖ്യ. ഇത്രയും വലിയ കാനഡ, 4 ടൈം സോണുള്ള കാനഡയിൽ 3.25 കോടി ജനങ്ങളേ ഉള്ളൂ. കേരളത്തെക്കാൾ കുറവാണ്. അപ്പോ വെറുതെ നശിപ്പിച്ചു. കാരണം പെർമിഷൻ ഉണ്ട്. ഞങ്ങളുടെ ആത്മീയ പുസ്തകത്തിലെ, വേദപുസ്തകത്തിലെ, ഞങ്ങളുടെ ബൈബിളിൽ അതിന് പെർമിഷനുണ്ട്. ഞാൻ ഇവിടെ വേദം ഉദ്ദേശിച്ചത് നമ്മുടെ ഋഗ്വേദം യജുർവേദന്മാരുള്ളതല്ല, അവരുടെ അറിവ് തരുന്ന പുസ്തകം എന്ന അർത്ഥത്തിലാണ് അവിടെ വേദം എന്ന് ഉപയോഗിച്ചത്. അപ്പൊ ഈ രീതിയിൽ സെമറ്റിക് മതങ്ങൾ ഒരു വീക്ഷണം അവർക്കില്ല. ഇപ്പൊ കുറേശ്ശെ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും നമ്മളുടെ പൃഥ്വി ത്വയാധൃതാലോകാ ദേവി ത്വാം വിഷ്ണുനാധൃതാ ത്വം ധാരയ മാം ദേവി പവിത്രം കുരുശാസനം അവസർപ്പന്തോ യേ ഭൂതാ ഭുവി സംസ്ഥിത യേ ഭൂതാ വിഘ്നകർത്താര തേനശ്യന്തു ശിവാജ്ഞയാ ഭൂതപ്രേത വിശാചായേ ചാന്യേ ഭുവി ഭാരകാഹ തേഷാമപ്യ അവിരോധേന ജപകർമ്മ സമാരഭേത്. ആ ഭൂമിയുടെ വണക്കം നമുക്കും സാധിക്കട്ടെ. ഭൂമിയെയും ഭൂമിയിലുള്ള സർവചരാചരങ്ങളെയും ജലത്തെയും വായുവിനെയും ജീവജാലങ്ങളെയും സംരക്ഷിക്കാൻ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനും നമുക്ക് സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.